ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റേറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഒരു കിടില ഒരു സ്പൈക്ക് നമ്മുടെ നിഫ്റ്റി തന്നു. കിടിലൻ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ കിടില ഒരു സ്പൈക്ക് നിഫ്റ്റി തന്നു. ഏകദേശം പറഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റഫറൻസിന് മുകളിൽ കട്ട് ചെയ്തതിന് ശേഷം അവ എങ്ങോട്ട് പോയി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നേരെ വന്ന് 6-1 അടിച്ചു. ആ ലാസ്റ്റ് മിനിറ്റിലാണ് ആ ഒരു 2:45 ശേഷം തുടങ്ങിയ ആ ഒരു സ്പൈക്കിലാണ് അത് കൃത്യമായിട്ട് വന്ന് സ്പൈക്കിന്റെ ഹൈ ആയി 547 അടിച്ച് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് തന്നത്. ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ POCയുടെ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചു. ബെയറിഷ് റഫറൻസ് പൊട്ടിയിട്ടുമില്ല. ബുള്ളിഷ് റഫറൻസ് പൊട്ടി ലാസ്റ്റ് മിനിറ്റിലോട്ട് ടാർഗറ്റ് നിന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റഫറൻസിന്റെ ആ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ച് ഒരുമാതിരി വേണമെങ്കിൽ അവ എന്ത് ചെയ്തു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിന്റെ അവിടം വരെയൊക്കെ അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. നിഫ്റ്റി ഒരു ലാസ്റ്റ് മിനിറ്റിൽ 25,500 തൊട്ട് 25,547 വരെ ഒരു സ്പൈക്ക് 549 വരെ ഒരു ചെറിയൊരു സ്പൈക്ക് കൂടെ നിഫ്റ്റി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സ്പൈക്ക് തന്നിട്ടാണ് ഈ രണ്ട് ആശാമാരും ഒക്കെ നിഫ്റ്റിയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി നിന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് അധികം വലിയ സ്പൈക്ക് ഒന്നുമില്ല, ചെറിയൊരു സ്പൈക്ക് മാത്രമേ ഉള്ളൂ. എത്രയെന്ന് പറയുകയാണെങ്കിൽ 57,272 തൊട്ട് 57,326 ഭാഗം വരെയുള്ള ചെറുങ്ങനെയുള്ള സ്പൈക്ക് മാത്രമേ ബാങ്ക് നിഫ്റ്റിക്കുള്ളൂ. അങ്ങനെ അത്രയ്ക്ക് വലിയുള്ള സ്പൈക്ക് ഒന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. പക്ഷെ നിഫ്റ്റിക്ക് ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എന്താണ് ചെറിയൊരു ട്രേഡ് സെറ്റപ്പ് ഒക്കെ ആക്റ്റീവായിട്ട് ഒരു ടാർഗറ്റ് കിട്ടിയ ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും. ബാങ്ക് നിഫ്റ്റി അടുത്തെത്തിയെന്ന് മാത്രം പറയാം, പക്ഷെ നിഫ്റ്റിയിലെ ടാർഗറ്റ് കിട്ടിയ ദിവസമാണ് കൃത്യമായിട്ട് കഴിഞ്ഞു പോയത്. ഇന്ന് വൈകിട്ട് രാത്രി 10 മണിയോടുകൂടി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീല് ഓൾമോസ്റ്റ് ഒരു പകുതിയുള്ള ചെറിയൊരു മിനി ട്രേഡ് ഡീലൊക്കെ നടക്കുമെന്ന ഒരു പ്രതീതി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും, അത് ഏത് ലെവലിലേക്ക് ബാധിക്കും എന്നൊക്കെ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായ ന്യൂസാണ്. മാർക്കറ്റിൽ എന്താണ് ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ചെറിയ ബിരിയാണി കിട്ടിയാലെന്ന അവസ്ഥയിൽ പെടുന്ന മാർക്കറ്റിന് ഒന്നുമില്ല, ഇപ്പൊ ആഹാരമേ കിട്ടുന്നില്ല നമ്മുടെ മാർക്കറ്റിന്. അപ്പൊ ഒരു കഞ്ഞിവെള്ളമെങ്കിലും കിട്ടിയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ മാർക്കറ്റിന് ഇങ്ങനൊരു കിട്ടിയ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാത്രമേ ഞാൻ മാർക്കറ്റിനെ കരുതുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് കാണുകയാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് പ്രൊഫൈൽ വരെ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ലെവലിൽ മാർക്ക് ചെയ്ത് നാളത്തേക്ക് അപ്രോച്ച് ചെയ്യാം. സോ അതിൽ കുറെ ന്യൂസിന്റെ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നാളെ രാത്രി അമേരിക്ക മാർക്കറ്റ് FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്. FOMCയുടെ മീറ്റിംഗ് ഉണ്ട്. അതിന്റെ മിനിറ്റ്സ് മാർക്കറ്റിലേക്ക് വരും. റിസഷൻ ആണോ, എല്ലാ കാര്യങ്ങളും അതൊക്കെ വരും. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ട്രംപിനെതിരെ പുതിയൊരു പാർട്ടി എലോൺ മസ്ക് കൊണ്ടുവരാൻ പോകുന്നു. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ അമേരിക്ക മാർക്കറ്റുണ്ട്. പക്ഷെ നമ്മളെ മാർക്കറ്റ് അതൊക്കെ ഡീകപ്പിൾഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ആ ന്യൂസ് നമ്മളെ മാർക്കറ്റിനെ ബാധിക്കില്ലാതെ എന്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ പോകുന്നു, ബെയറിഷ് റഫറൻസ് എവിടെയാണ്, ബുള്ളിഷ് റഫറൻസ് എവിടെയാണ്, അതിന്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്യൂർലി പറയുകയാണെങ്കിൽ POC വന്നിരിക്കുന്നത് 57,141 എന്ന ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയുടെ POC ഒന്ന് മാർക്ക് ചെയ്യാം. എന്താണ് 57,141 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് 57,141 ആണ് നമ്മുടെ POC. ഞാൻ ആ POC ഒന്ന് കൊണ്ട് മുകളിലോട്ട് വയ്ക്കാം. സോ 56,964 ഇന്നലത്തെ POC, അത് ഇന്ന് കുറച്ച് മുകളിലോട്ട് മാറി 57,141 ഭാഗത്തേക്ക് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റഫറൻസിന് ചെറിയൊരു മാറ്റമുണ്ട്. ചെറുങ്ങനെ ഒരു ബുള്ളിഷ് റഫറൻസ് മാറി. ഞാൻ ബുള്ളിഷ് റഫറൻസ് എവിടെ വയ്ക്കുന്നു, എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ ഇന്നത്തെ ഹൈ അതേ 57,303 മുകളിൽ 57,310 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റഫറൻസ് 57,310 മുകളിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റഫറൻസ് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോകും നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു JPDയുടെ ഹൈ ആയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ 57,394 ആണ് എന്നെ സംബന്ധിച്ചുള്ള 57,494 സോറി മാറിപ്പോയി 57,494 57,494 ആണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. R1 ഞാൻ വരയ്ക്കുന്നു. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് R2 എന്ന് പറയുന്നത് 57,650 57,650 ആണ്. 57,650 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ ലെവലിലെ ടാർഗറ്റ്. സോ 57,310 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോവാം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മുകൾ സൈഡിലേക്ക് പോകാൻ. ആ മുകൾ സൈഡ് എങ്ങോട്ട് പോവാം, 57,494 57,650 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാനൊരു ബെയറിഷ് റഫറൻസ് മോഡ് ആക്റ്റീവ് ആക്കണമെങ്കിൽ
ഇന്നലത്തെ POC അല്ലെങ്കിൽ ഇന്നത്തെ ലോ 56,000 ഇന്നത്തെ ആ ഒരു ലെവൽ 56,840 താഴെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് ഉള്ളത്. S1 56,676, S2 56,518. കാരണം ബാങ്ക് നിഫ്റ്റി ലോവർ ലെവലിലെ സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് പോവാത്തതുകൊണ്ട് താഴത്തെ ലെവലൊക്കെ ഞാൻ ഇപ്പോഴും അതേപോലെ തന്നെ വച്ചേക്കുന്നു, ഒരു മാറ്റവും ഇല്ല. 56,840 താഴെ നിൽക്കുകയാണെങ്കിൽ 56,676, 56,518, 57,310 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,494, 57,650 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലാണ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു സ്പൈക്ക് വന്നത്. ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം പറയുകയാണെങ്കിൽ 495 തൊട്ട് 548 വരെ നിഫ്റ്റിയിൽ സ്പൈക്ക് ആണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു സ്പൈക്ക് സോൺ ആയിരുന്നു. ഇനി എന്നെ ബുള്ളിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ആ ബുള്ളിഷ് റെഫറൻസിൽ നിന്ന് മാറ്റി എന്ത് ചെയ്യുന്നു വെച്ചാൽ 550 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ ഞാൻ ബുള്ളിഷ് റെഫറൻസ് കൊടുക്കുകയാണ് 5725 550 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്, ഇന്നത്തെ ഹൈ. അതിന് മുകളിൽ നിഫ്റ്റിയിൽ ബൈ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോവാം? 25,600 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഒന്ന് മുകളോട് ഒന്ന് കയറ്റി വെച്ചു. 25,600 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് 25,677. എന്താണ് 25,677 ഭാഗത്തേക്ക് വരാം. 25,677 അതിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതാണ് എന്റെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള എന്റെ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയാം. ഇനി ഒരു ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ബെയറിഷ് റെഫറൻസ് ഒരു മാറ്റവും നടക്കുന്നില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,400 താഴെ മാത്രമേ ഞാനൊരു ഫ്രഷ് സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,347ലേക്കും സെക്കൻഡ് ടാർഗറ്റ് 25,295 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. സോ ഇനി ചെറിയൊരു അറിയിപ്പുണ്ട്. പല ആൾക്കാരും എന്നെ കോഴ്സ് ഉണ്ടോ, മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അവർക്കെല്ലാം ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഒന്ന് കൊടുത്തു. അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു കോഴ്സോ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള കോഴ്സോ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള കോഴ്സോ ഇല്ല. മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർ ഫ്ലോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇനി വരാമെന്ന് ഒരു പ്ലേലിസ്റ്റ് പുതിയത് ആഡ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് വരുന്നതാണ്. സോ എനിക്കുള്ളത് കറന്റ് ഒരു മെന്ററിംഗ് ദ ട്രേഡർ വേ എന്നൊരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയണമെങ്കിൽ എന്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവരും വീഡിയോ കാണുക. ഈ ട്രംപിന്റെ ട്രേഡ് ഡീൽ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അത് പോസിറ്റീവായ ഒരു ഗുണമാണ്. ഉറങ്ങിക്കിടക്കുന്ന മാർക്കറ്റിനെ ഉറക്കം എണിച്ച് കുറച്ച് കഞ്ഞിവെള്ളം കൊടുക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റ് മൂവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതും നമുക്ക് നോക്കുന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും കൂടി നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.